ഈ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കുടിശ്ശിക വരുത്തിയത് കാരണം തിരിച്ചെടുക്കാനാണ് വിതരണക്കാരുടെ തീരുമാനം. അങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം എത്രയാണെന്ന് അറിയാമോ? എന്തായാലും നമ്മുടെ ആശുപത്രികളിൽ കനത്ത പ്രതിസന്ധി നിലനിൽക്കുന്നു, ഹെൽത്ത് സിസ്റ്റം ഒട്ടും ഓക്കെ അല്ല എന്നതിന്റെ സൂചനകളാണ്. ആ വാർത്തയിലേക്കാണ്. ഇനി ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ കുടിശ്ശികയിൽ നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങുന്നു വിതരണക്കാർ. സ്റ്റോക്ക് തിരിച്ചെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് വിതരണക്കാരുടെ തീരുമാനം. നിയമവഴികളടക്കം പരിശോധിക്കാൻ വിതരണക്കാരുടെ യോഗം തീരുമാനിച്ചു. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുത്തിരുന്നു. 159 കോടി രൂപയാണ് ഹൃദയ ശസ്ത്രക്രിയ വിതരണക്കാർക്ക് മാത്രം ആരോഗ്യവകുപ്പ് കുടിശ്ശികയായി നൽകാനുണ്ടായിരുന്നത്. അതേസമയം ഉപകരണ കുടിശ്ശിക തീർക്കാൻ ആരോഗ്യവകുപ്പ് 250 കോടി രൂപ ധനവകുപ്പിനോട് അടിയന്തര സഹായമായി തേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് പോകാൻ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഗുഡ് മോർണിംഗ്. വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ആരോഗ്യ രംഗത്തുള്ളത്. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇന്നലെ കോട്ടയത്തൊക്കെ ചെയ്തതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നും ഇതൊരു തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിതരണക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് അതിഗുരുതരമായിരിക്കും. അതിനിടവെക്കാതെ തന്നെ ഈ പ്രശ്നപരിഹാരം സാധ്യമാകുമോ ഷിജോ? ജിൽസി, സൈഫു, ഗുഡ് മോർണിംഗ്. ഇതിനകത്ത് മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആരോഗ്യ മേഖല കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. കാരണം നേരത്തെ തന്നെ നിലവിൽ ഏതാണ്ട് 18 മാസം മുതൽ 21 മാസം വരെയുള്ള കുടിശ്ശിക 159 കോടി രൂപയാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് ആരോഗ്യവകുപ്പ് നൽകാനുള്ളത്. നേരത്തെയും അതായത് ഏതാണ്ട് ഒരു 3 വർഷം മുമ്പ് വരെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് കാലങ്ങളായിട്ട് പൈസ കുടിശ്ശിക ഉണ്ടാവുകയും അതിൽ 1/3 തുക കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായിട്ടും തുക കൊടുക്കുകയില്ല, എന്നാൽ പകുതി കൊടുത്തുകൊണ്ട് പിന്നീട് ഉപകരണങ്ങൾ എത്തിക്കുകയും അതിന്റെ തുക പിന്നീട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 21 മാസമായിട്ട് ഈ പറയുന്ന തുകയുടെ 1/3 പോലും നൽകാതെ വന്നതോടുകൂടിയാണ് വിതരണക്കാർ നിലപാട് കടുപ്പിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, എറണാകുളം ജനറൽ ആശുപത്രി, ഇങ്ങനെ ഈ 4 ആശുപത്രികളിൽ നിന്നായിട്ട് 159 കോടി രൂപയാണ് സംസ്ഥാനത്തെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് ആരോഗ്യവകുപ്പ് നൽകാനുള്ളത്. അതിൽ വളരെ കുറച്ച് തുക മാത്രമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രവുമല്ല, മറ്റ് പല വിതരണക്കാർക്കും ഈ ഉപകരണങ്ങളുടെ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ പണം കൊടുക്കണമെങ്കിൽ നിലവിൽ ആരോഗ്യവകുപ്പിന് ഏതാണ്ട് 250 കോടി രൂപ മുഴുവനായിട്ട് വേണം. അങ്ങനെ ധനവകുപ്പിനോട് 250 കോടി രൂപ ആരോഗ്യവകുപ്പ് ചോദിച്ചിട്ടുണ്ട്. ഈ തുക ആരോഗ്യവകുപ്പിന് നൽകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം 250 കോടിയും കൊടുക്കാനുള്ള സാധ്യത കാണുന്നില്ലെങ്കിൽ പോലും ഒരു 100 കോടിയെങ്കിലും കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഈ വിതരണക്കാർക്ക് പണം നൽകാനുള്ള ഒരു ശ്രമമാണ് ആരോഗ്യവകുപ്പ് ധനവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുന്നത്. എന്തായാലും അത് ഇന്നോ നാളെയോ ഉണ്ടായില്ല എങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 60% ഉപകരണം ഇപ്പോൾ തന്നെ തിരികെ എടുത്തിട്ടുണ്ട് വിതരണക്കാർ. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും എടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി വിതരണക്കാരെ ഒരു രമ്യതയിൽ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവരുടെ ക്ഷമ നശിച്ചാൽ ഒരുപക്ഷെ വിതരണക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഈ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. മുമ്പ് എടുത്തുകൊണ്ട് പോയിട്ടില്ല, പക്ഷേ കോട്ടയത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയത് ഇപ്പോൾ അവിടുത്തെ സൂപ്രണ്ടുമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് അവർ കൊണ്ടുവച്ച ഉപകരണമാണ്, അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോകും, സ്വാഭാവികമാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് കോട്ടയത്ത് നിന്നൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലപാട് കോഴിക്കോടും കോട്ടയത്തും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹൃദയ ശസ്ത്രക്രിയ അടക്കം മുടങ്ങുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ ഇടവരുത്താതെ ആരോഗ്യവകുപ്പ് എത്രയും പെട്ടെന്ന് പണം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ വിതരണക്കാരുമുള്ളത്. അവരും അവരുടെ മനസാക്ഷിയെ എടുക്കാൻ അവരുടെ മനസാക്ഷി ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും നാൾ ക്ഷമിച്ചത് എന്നുള്ള കാര്യമാണ് വിതരണക്കാർ പറയുന്നത്. പക്ഷേ ആ മനസാക്ഷി ആരോഗ്യവകുപ്പ് ഞങ്ങളോട് കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം കൂടി വിതരണക്കാർ പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഹൃദയ ശസ്ത്രക്രിയ അടക്കം മെഡിക്കൽ കോളേജുകളിൽ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക രോഗികൾക്കിടയിലുണ്ട്. എന്തായാലും അതിനിടവരുത്താതെ ആരോഗ്യവകുപ്പ് പണം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് രോഗികളും വിതരണക്കാരുമുള്ളത്. ജിൽസി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അങ്ങനെ